I am proud of Hindu because ഞാൻ ഹിന്ദു എന്നതിൽ അഭിമാനിക്കുന്നു. കാരണം ഹിന്ദു ഈസ് നത്തിങ് എക്സ്ക്ലൂഡ്സ് എവരിതിങ് ഇൻക്ലൂഡ്സ്. എന്താ മലയാളം? ഒന്നിനെയും തിരസ്കരിക്കുന്നതല്ല, എല്ലാറ്റിനെയും സ്വീകരിക്കുന്നതാണ് നമ്മുടെ ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം. ഒന്നിനെയും ഒഴിവാക്കാനല്ല, എല്ലാറ്റിനെയും സ്വന്തമാക്കി മാറ്റാൻ കഴിയുന്നു. എല്ലാറ്റിനെയും സ്വന്തമാക്കി മാറ്റാൻ കഴിയുന്നു. എല്ലാവരെയും അതിഥിയായി സ്വീകരിക്കുന്നു. സാമൂതിരി രാജാവ് പോർച്ചുഗീസുകാർ വന്നപ്പോ അവർക്ക് പള്ളിയെടുക്കാൻ സ്ഥലം കൊടുത്തത് ചേരമാൻ പെരുമാളാണ്, സാമൂതിരിയാണ്. അവരൊക്കെ ഹിന്ദുക്കളായിരുന്നു. പള്ളിയെടുത്താൽ മാത്രം പോരാ, അവിടെ ആശാരിമാരെ കൊടുത്തത്. അവരെ ഇവിടെ അമ്പലം ഉണ്ടാക്കുന്ന ആശാരിമാരെയാണ് അന്നത്തെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൊടുത്തത്. ആശാരിമാർക്ക് പേർഷ്യൻ മോഡല് പള്ളി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അറേബ്യൻ പള്ളി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അവർ ഹിന്ദു മോഡല്, അമ്പലത്തിന്റെ മോഡല് പള്ളി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ പഴയ പള്ളികളെല്ലാം അമ്പലം മോഡലായപ്പോ ഇപ്പൊ കുറച്ചാള് പറയാ അത് നമ്മളെ പണ്ടത്തെ അമ്പലം. കാരണം ഈ അമ്പലം ഈ പള്ളി ഉണ്ടാക്കി കൊടുത്ത ആള് അറേബ്യ എന്ന് പറഞ്ഞ ആളല്ലല്ലോ, ഇവിടെയുള്ള ആളല്ലേ. അപ്പൊ അവരുണ്ടാക്കുന്ന അമ്പലങ്ങളെല്ലാം എങ്ങനെയാ, പള്ളികൾ എങ്ങനെയാ, അമ്പലത്തിന്റെ മോഡലാ. അപ്പൊ അമ്പലത്തിന്റെ മോഡല് പള്ളി ഉണ്ടാക്കിയപ്പോ ഇപ്പൊ കുറച്ചാൾ പറയാ അത് നമ്മൾ പണ്ടത്തെ അമ്പലം കേട്ടോ, അത് പൊളിക്കണം, പള്ളി പൊളിക്കണോ, ഇത് നമ്മൾ അമ്പലം. അങ്ങനെയല്ല, അത് തെറ്റിദ്ധരിച്ചതാ. അവർക്ക് ശില്പികളെ കൊടുത്തു. ശില്പികളെ കൊടുക്കുക മാത്രമല്ല, അവർക്ക് ഇവിടെ പെറ്റുപോറ്റ് വളർത്തിയാൻ അന്ന് വന്നവര് പെണ്ണുങ്ങൾ വന്നിട്ടില്ല. കൂടെ അവരിവിടെ നിൽക്കണമെങ്കിൽ സ്ത്രീകൾ വേണ്ടേ, മക്കളുണ്ടാവണമെങ്കിൽ മക്കളെ പെണ്ണുങ്ങളെ കൊടുത്തു, കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ മറ്റു മതങ്ങളെല്ലാം വന്നത്. എല്ലാറ്റിനെയും സ്വീകരിച്ചിട്ടും ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഹൈന്ദവ പാരമ്പര്യങ്ങൾ നശിച്ചു പോയിട്ടില്ല. ആയിരക്കണക്കിന് വർഷമായിട്ട് ഇവിടെ 5 നൂറ്റാണ്ട് മുഗളന്മാർ ഭരിച്ചിരുന്നു, ബൗദ്ധന്മാർ ഭരിച്ചിരുന്നു, ജൈനന്മാർ ഭരിച്ചിരുന്നു. അവരെല്ലാം ഭരിച്ചിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ കരുത്തുകൊണ്ട് ഇവിടുത്തെ മതം ഇല്ലാതായി പോയിട്ടില്ല. പലയിടങ്ങളിലും മതങ്ങൾ ഇല്ലാതായി. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിന്റെ കാരണം എന്താ? യഹോവയാണ് ലോകത്താദ്യം മനുഷ്യരെ സൃഷ്ടിച്ച. 6-ാം ദിവസം മണ്ണാൽ സൃഷ്ടിച്ചു മർത്യനെ. യഹോവ സൃഷ്ടിച്ച ഇസ്രായേലില്ല. ആ ഇസ്രായേലിൽ പക്ഷേ ഇസ്രായേലികൾ മതം, അവരുടെ യഹൂദ മതം നശിച്ച് ഇല്ലാതായി പോയിരുന്നു. അവര് പലയിടങ്ങളിൽ പോയിട്ട് അവസാനം തിരിച്ചു പിടിച്ചപ്പോ അവിടെ ഭരിച്ചിരുന്ന പാലസ്തീനികളെ പുറത്താക്കി. അപ്പൊ പാലസ്തീനികൾ തെണ്ടികളായി നടന്നു. അതിന്റെ പേരിൽ അവിടെ ഇപ്പോഴും യുദ്ധം, എപ്പോഴും കലാപം. പല മതങ്ങളും സ്വന്തം നാട്ടിൽ നശിച്ചു പോയപ്പോൾ നമ്മുടെ മതം, ഹൈന്ദവ സംസ്കാരം ഇന്ത്യയിൽ നശിക്കാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാ? വെറുപ്പ് കൊണ്ടല്ല, സ്നേഹം